ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. നമ്മൾ കേൾക്കാൻ പോകുന്നത് ജോയ്സിയുടെ ആകാശ താഴ്വാര എന്ന നോവലിൻ്റെ 8ാമത്തെ അധ്യായമാണ്. നോവലിലേക്ക് അസുഖം ബാധിച്ചു കിടന്നിരുന്ന ത്രിവിക്രമൻ ആകാംക്ഷയോടെ കവറ് പൊട്ടിച്ചു നോക്കി. അയാളുടെ മുഖം കടലാസ് പോലെ വിളറി. ഈ സമയത്ത് ഓഫീസിൻ്റെ വരാന്തയിൽ ഘടിപ്പിച്ചിരുന്ന ഉച്ചഭാഷണിയിലൂടെ തൊഴിലാളികളോട് സംസാരിക്കാൻ ശ്രമിക്കുകയായിരുന്നു സൂപ്രണ്ട് ഗംഗാധരൻ. തൊഴിലാളികളുടെ ഡിമാൻഡുകൾ ഈ നിമിഷം അംഗീകരിക്കാൻ മാനേജ്മെൻറ്റ് സന്നദ്ധമാണെന്ന് അയാൾ ഉറക്കെ അറിയിച്ചു. ഇക്കാര്യം MD തന്നെ നേരിട്ട് പ്രഖ്യാപിക്കുന്നതാണെന്ന് അയാൾ വെളിപ്പെടുത്തി. മുദ്രാവാക്യം വിളി പാടെ നിലച്ചു. തൊഴിലാളികൾ മൈതാന മധ്യത്തിൽ ശാന്തമായി നിലയുറപ്പിച്ചു. യൂണിയൻ നേതാക്കൾ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു. ഇതിനിടയിൽ നിർമ്മല കാറിൽ ഓഫീസ് അങ്കണത്തിൽ നിന്ന് വന്നിറങ്ങി. പൊട്ടിപ്പൊളിഞ്ഞ കാറ് മൈതാന മധ്യത്തിൽ കൊണ്ടുവന്നിടാൻ ജോർജിനോട് പറഞ്ഞ ശേഷം അവൾ ഓഫീസ് വരാന്തയിലെ മൈക്കിന് മുമ്പിൽ വന്നു നിന്നു. പ്രിയപ്പെട്ട തൊഴിലാളികളെ, ശാന്തമായ സ്വരത്തിൽ അവൾ പറഞ്ഞു തുടങ്ങി. നിങ്ങളുടെ ന്യായമായ അവകാശങ്ങളും ആവശ്യങ്ങളും അംഗീകരിക്കാമെന്ന് ഞാൻ ഉറപ്പു തരുന്നു. പെട്ടെന്ന് മൈതാനത്തു നിന്നും കൂട്ടമായ കയ്യടി ഉയർന്നു കേട്ടു. നിങ്ങൾ നടത്തിയ ഈ സമരം എന്തിനു വേണ്ടിയാണെന്ന് ഇന്നലെ വരെ എനിക്കറിയില്ലായിരുന്നു. നിങ്ങളുടെ യൂണിയൻ നേതാക്കളുടെ സമര കാരണങ്ങൾ എന്നെ അറിയിച്ചിട്ടില്ല. ഞാൻ അറിയാതെയാണ് നിങ്ങളുടെ മാനേജർ ത്രിവിക്രമൻ നിങ്ങളിൽ ചിലരെ തൊഴിലിൽ നിന്നും പിരിച്ചയച്ചതും പുറത്തു നിന്നുള്ള തൊഴിലാളികൾക്ക് ജോലി നൽകിയതും. ഇത് ത്രിവിക്രമനും നിങ്ങളുടെ യൂണിയൻ നേതാക്കളും കൂടെയുള്ള ഗൂഢാലോചനയുടെ ഫലമാണെന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ബോണസ് സമരത്തിനും നിങ്ങളൊരു പക്ഷേ അറിഞ്ഞു കാണുകയില്ല. ഇങ്ങനെയൊരു ഗൂഢാലോചന ഉണ്ടായിരുന്നു. 20% ബോണസ് നൽകാൻ കമ്പനി തയ്യാറായിട്ട് അത് 18% വെട്ടിക്കുറച്ചത് വഴി 1.25 ലക്ഷം രൂപ കമ്പനിയിൽ നിന്നും യൂണിയൻ നേതാക്കൾ കൈക്കൂലി വാങ്ങിയെന്നുള്ളതും നിങ്ങൾക്കറിയില്ല. നിങ്ങൾ യൂണിയൻ നേതാക്കളെ ആശ്രയിക്കാതെ സമര കാരണങ്ങൾ നേരിട്ട് എന്നെ ബോധ്യപ്പെടുത്തിയാൽ നിങ്ങളും ഞാനും വഞ്ചിതരാകാതിരിക്കുന്നത് ഇതിൽ നിന്നും തന്നെ പഠിക്കാവുന്ന ഒരു പാഠമാണല്ലോ. ഇത്തവണ സമരം ആസൂത്രണം ചെയ്ത യൂണിയൻ നേതാക്കളും ത്രിവിക്രമനും നിങ്ങളുടെ അവകാശം സംരക്ഷിക്കാനല്ല അത് ചെയ്തതെന്ന് വ്യക്തമായി കഴിഞ്ഞു. എന്നെ തൊഴിൽ കുഴപ്പത്തിൽപ്പെടുത്തി കൊല്ലുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ഇന്നലെ രാത്രി ഞാൻ ടൗണിലേക്ക് കാറിൽ പോകുമ്പോൾ തൊഴിലാളികളുടെ വേഷം ധരിച്ച ഒരുപറ്റം ആളുകൾ കാറ് തടഞ്ഞു നിർത്തി മാരകായുധങ്ങൾ ഉപയോഗിച്ച് എന്നെയും ഡ്രൈവറെയും കൊല്ലാൻ ശ്രമിക്കുകയുണ്ടായി. അതിൽ നിന്നും ഞങ്ങൾ കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നുവെന്ന് തകർന്ന കാറ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എനിക്കെതിരെ ഇതിനു മുമ്പും വധശ്രമം നടന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയുന്നതാണല്ലോ. ആരുടെ കറുത്ത കൈകളാണ് ഇതിന് പിന്നിലുള്ളതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയും. ഗൂഢാലോചനകളും കൊലപാതക ശ്രമങ്ങളും അരങ്ങേറുന്ന ഈ പരിതസ്ഥിതിയിൽ നിങ്ങളുടെയൊക്കെ സഹായ സഹകരണങ്ങൾ എനിക്ക് കൂടിയേ തീരൂ. നിങ്ങളുടെ ന്യായമായ അവകാശങ്ങൾ എല്ലായ്പ്പോഴും സംരക്ഷിക്കപ്പെടുമെന്ന് ഒരിക്കൽ കൂടി ഞാൻ വാക്കു തരുന്നു. നിർമ്മല മൈക്കിന് മുമ്പിൽ നിന്നും പിൻവാങ്ങി. മൈതാനത്ത് കരഘോഷം മുഴങ്ങി. നിർമ്മല മൈതാനത്തിൽ ഇറങ്ങിച്ചെന്നു. തൊഴിലാളികളുടെ ഇടയിലേക്ക്. പൊട്ടിപ്പൊളിഞ്ഞ കാറിന് ചുറ്റും തൊഴിലാളികൾ കൂട്ടം കൂടി. നിർമ്മല അവരോട് സംസാരിച്ചു. അല്പനേരം കഴിഞ്ഞ് അവർക്കിടയിൽ പിന്നെ കാറിൽ കയറി ബംഗ്ലാവിലേക്ക് തിരിച്ചു വന്നു. വൈകുന്നേരം ത്രിവിക്രമൻ നിർമ്മലയെ കാണാൻ വേണ്ടി ബംഗ്ലാവിൽ ചെന്നു. അയാൾ കണക്കറ്റ് മദ്യവെച്ചിരുന്നു. സ്വീകരണത്തലത്തിൽ നിർമ്മല അയാളെ ഇരുത്തി. എന്നെ ശത്രുക്കൾക്ക് ഒറ്റിക്കൊടുത്താൽ നിങ്ങൾക്കെന്ത് പ്രതിഫലം കിട്ടും? മാഡം എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നിങ്ങളെ ഞാൻ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഇന്നലെ വരെ കമ്പനിയോട് വിശ്വസ്തതയും കൂറുമുള്ളവനാണെന്ന് നിങ്ങളെന്ന് ഞാൻ കരുതി. പക്ഷേ നിങ്ങളൊരു നന്ദികെട്ട മൃഗമാണെന്ന് എനിക്കിന്നലെ മനസ്സിലായി. ഞാനെന്ത് നന്ദികേട് കാണിച്ചു? എസ്റ്റേറ്റിൽ മനഃപൂർവ്വം തൊഴിൽ കുഴപ്പങ്ങളുണ്ടാക്കി തൊഴിലാളിക്കും മുതലാളിക്കും ഇടയിൽ നിന്ന് കീശ വീർപ്പിച്ചു. മാത്രമല്ല, എന്നെ കൊല്ലപ്പെടുത്താൻ ഗൂഢാലോചനയിൽ പങ്കുചേരുകയും ചെയ്തു. അതിനുള്ള ശിക്ഷയാണോ സസ്പെൻഷൻ? അതെ, സസ്പെൻഷൻ മാത്രമല്ല, നിങ്ങളെ ജോലിയിൽ നിന്നും പിരിച്ചുവിടാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അട്ടഹസിച്ചുകൊണ്ട് അയാൾ എഴുന്നേറ്റു. നീ ആരാടെ എന്നെ പിരിച്ചുവിടാൻ? നീ ഇന്നല്ലേ എസ്റ്റേറ്റ് കണ്ടത്? ഞാൻ ജനിച്ചപ്പോൾ മുതൽ കാണുന്നതാ. അറിയാമോ, ത്രിവിക്രമനെ പിരിച്ചുവിടാൻ നിൻ്റെ തന്ത പോലും വളർന്നിട്ടില്ലായിരുന്നു. അത് നിനക്കറിയാലോ. കടക്ക് പുറത്ത്. നിർമ്മല ചീറി. ഗെറ്റ് ഫൂ, നിൻ്റെ ഒരു ഗെറ്റ് ഔട്ട്. നിൻ്റെ ജീവനും കൊണ്ടല്ലാതെ ഞാൻ ഈ ബംഗ്ലാവ് വിട്ടു പോകില്ല. അയാൾ നിർമ്മലയുടെ അടുത്തേക്ക് ചെന്ന് നിർമ്മല ഭയന്ന് പിന്നോക്കം മാറി. അയാൾ പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു കൈത്തോക്കെടുത്ത് നീട്ടി.
അധ്യായം 20. ത്രിവിക്രമൻ ബംഗ്ലാവിലേക്ക് കയറിയപ്പോൾ ഡ്രൈവർ ജോർജ് സിറ്റൗട്ടിൽ നിലയുറപ്പിച്ചിരുന്നു. മദ്യപിച്ച് ലക്കുകെട്ടുള്ള പോക്കാണ് മാനേജറുടേതെന്ന് അയാൾക്ക് മനസ്സിലായി. ഒരു ഡ്രൈവറുടെ ജോലി ചെയ്യാൻ വേണ്ടി മാത്രമല്ല അഡ്വക്കേറ്റ് CN തരകൻ കൊച്ചമ്മയുടെ ഡ്രൈവറായി തന്നെ നിയമിച്ചതെന്ന് അയാൾ ഓർത്തു. നിസ്സഹായയായ ഒരു പെൺകുട്ടിയുടെ ബോഡി ഗാർഡ് കൂടിയായിട്ടാണ് നിന്നെ ഞാൻ നിയമിച്ചിരിക്കുന്നത്. CM തരകൻ പറഞ്ഞത് അയാൾ മറന്നിരുന്നില്ല. അകത്തുനിന്നും ഉച്ചത്തിലുള്ള സംഭാഷണം ജോർജിന് കേൾക്കാമായിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ നിർമ്മലയുടെ നിലവിളി ഉയർന്നു. ജോർജ് ഉടൻ വാതിൽ തള്ളി തുറന്ന് അകത്തേക്കോടി. ത്രിവിക്രമൻ നിർമ്മലയുടെ നേർക്ക് തോക്ക് ചൂണ്ടി നിൽക്കുന്നതാണ് ജോർജ് കണ്ടത്. അപ്പോഴേക്കും ലക്ഷ്മിയും തോമാച്ചനും ഓടിയെത്തിക്കഴിഞ്ഞു. ചുറ്റുമൊന്ന് നോക്കിയിട്ട് ത്രിവിക്രമൻ കൈത്തോക്ക് പാൻറ്റിൻ്റെ പോക്കറ്റിൽ തിരുകി. ഇനിയിവിടെ നിൽക്കുന്നത് പന്തിയല്ലെന്ന് അയാൾക്ക് തോന്നി. എന്തോ പിറുപിറുത്തുകൊണ്ട് അയാൾ പിന്തിരിഞ്ഞ് നടന്നു. നിർമ്മല അപ്പോഴും സ്തബ്ധയായി നിൽക്കുകയാണ്. സാരമില്ല കൊച്ചമ്മേ, ലക്ഷ്മി പറഞ്ഞു. കുടിച്ച് ബോധമില്ലാണ്ട് കയറി വന്നതാ. ത്രിവിക്രമൻ മുറ്റത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. അവിടെ നിന്നുകൊണ്ട് അയാൾ നിർമ്മലയെ ഭീഷണിപ്പെടുത്തി. നീ വെള്ളിമല എസ്റ്റേറ്റിലെ മാനേജറെ പിരിച്ചുവിടാറായി അല്ലേ? നീ കരുതിക്കോ, വെള്ളിമല എസ്റ്റേറ്റ് കൈവശം വെച്ച് അനുഭവിക്കാൻ ഇന്ന് തൊട്ട് 7-ാം ദിവസം നീ ജീവനോടെ ഭൂമിയിൽ ശേഷിക്കുകയില്ല. ത്രിവിക്രമൻ പറയുന്നത് ജീവനോടെ നീ വെള്ളിമലയിൽ നിന്നും മടങ്ങിപ്പോകുകയല്ലെന്നാ. ജോർജ് അയാളെ തള്ളി പുറത്താക്കാനായി അടുത്തേക്ക് ചെന്നു. ത്രിവിക്രമൻ പിന്നെ ഒരു നിമിഷം അവിടെ നിന്നില്ല. താഴേക്കുള്ള റോഡിലേക്ക് നേരെ നടന്നു. അയാൾ രാത്രിയിൽ തന്നെ യൂണിയൻ നേതാക്കളെ ചെന്ന് കണ്ടു. തൻ്റെ സസ്പെൻഷനെക്കുറിച്ച് അവരെ അറിയിച്ചു. നിർമ്മല അയാളെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടിരിക്കുകയാണെന്ന വിവരം അറിയിച്ചു. കാര്യങ്ങൾ താറുമാറായിരിക്കുകയാണ്. ആ വധശ്രമം പരാജയപ്പെട്ടത് വലിയൊരു അടിയായി. ഇനി എന്തു ചെയ്യും? നിങ്ങൾ ഒരിക്കലും ബംഗ്ലാവിൽ ചെന്ന് വഴക്കുണ്ടാക്കരുതായിരുന്നു. യൂണിയൻ നേതാവ് വിശ്വംഭരൻ കുറ്റപ്പെടുത്തി. അതുകൊണ്ട് എന്തു നേട്ടമുണ്ടായി? അവിടെ കൊല്ലാനുള്ള ഗൂഢാലോചനയിൽ നിങ്ങൾക്കും പങ്കുണ്ടായിരുന്നെന്ന് വ്യക്തമായി സമ്മതിച്ചു കൊടുത്തതിന് തുല്യമായിരുന്നില്ല അത്. നിങ്ങളും ഞങ്ങളും തമ്മിൽ ചങ്ങാത്ത ഉണ്ടെന്ന് അവൾക്കറിയാം. ആ സ്ഥിതിക്ക് ഇനി മുതൽ അവൾ സംശയത്തോടെ മാത്രമേ ഞങ്ങളെ നോക്കുകയുള്ളൂ. ഞാനിന്ന് കുറച്ചധികം മദ്യപിച്ചു. എനിക്ക് തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അവൾ എന്നെ ഡിസ്മിസ് ചെയ്തെന്നും മറ്റും പറഞ്ഞപ്പോൾ കലശായ കോപം വന്നു. അതെ, നിങ്ങൾ കണക്കറ്റ് മദ്യപിച്ചിട്ടുണ്ടെന്ന് കണ്ടാലറിയരുതോ? ഇപ്പോൾ നിങ്ങൾക്ക് സുബോധമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. നിങ്ങളുടെ കൂടെ കൂടിയത് ഞങ്ങളുടെ മണ്ടത്തരം. കുറേ കൂടി മദ്യപിച്ചാൽ നിങ്ങൾ ഗൂഢാലോചനയുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ മടിക്കുകയില്ലല്ലോ. എൻ്റെ കൂടെ കൂടിയത് മണ്ടത്തരമോ? ഞാൻ കാരണം 10,000 രൂപ പോക്കറ്റിൽ വന്നില്ലടാ ഡാഷ് മക്കളെ. എന്നെ സഹായിച്ച് നീയൊക്കെ എത്ര ലക്ഷം വെട്ടിച്ചെടുത്തടാ. ത്രിവിക്രമൻ ചീറി. മാനേജർ സാറ് ചൂടാകാതെ. സദാശിവൻ അയാളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. സംഗതിയൊക്കെ ശരി തന്നെ. അവളെ തോക്കെടുത്ത് കാണിച്ച് ഭീഷണിപ്പെടുത്തിയത് മണ്ടത്തരമായെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അവളിനി നിങ്ങളുടെ പേരിൽ കേസ് കൊടുക്കും. പോലീസ് വന്ന് അന്വേഷിക്കും. നിങ്ങളെയും ഞങ്ങളെയും ചോദ്യം ചെയ്യും. കൊലപാതക ശ്രമം വെളിയിലായ നമ്മളെല്ലാം കുടുങ്ങും. പോടാ. കേസ് കൊടുത്താൽ പിറ്റേന്ന് ഞാൻ നേരെ ബംഗ്ലാവിലേക്ക് കയറി ചെന്ന് ഈ തോക്കിൽ 6 ഉണ്ടയും അവളുടെ നെഞ്ചത്ത് തന്നെ തറച്ചു കയറ്റും. എന്നിട്ട് മൗനമായിട്ട് പോലീസിന് കീഴടങ്ങും. എന്നാൽ പിന്നെ അതിപ്പോൾ തന്നെ ചെയ്യരുതോ? ഞങ്ങൾക്കും ബുദ്ധിമുട്ടില്ലല്ലോ. എലിസബത്ത് അമ്മയുടെ കാര്യവും നടക്കും. അതുകൊണ്ടാണ് ചെയ്യാത്തത്. ഞാൻ കഴുമരത്തെ കയറിയിട്ട് നിന്നെ ഒന്നും സൂചിപ്പിക്കുകയില്ല. എലിസബത്തിനെ എനിക്കറിയരുതോ? ഇന്ന് വിരലിനൊളിച്ചാൽ അവളെൻ്റെ കാൽ കീഴിൽ ചുരുണ്ട് കിടക്കും. പക്ഷേ ആ എസ്റ്റേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവളെന്നെ തൊഴിച്ചെറിയും. അറിയാമോ? എന്നാൽ പിന്നെ സാർ എന്തിനാ തോക്കെടുത്ത് കാണിച്ചത്? കൂടിപ്പോയി. 100 മില്ലി കൂടി അടിച്ചിരുന്നെങ്കിൽ ആ ഡാഷ് മോളെ ഞാനങ്ങ് തട്ടിയേനെ. അത് നന്നായിട്ട്. പക്ഷേ എനിക്കെതിരെ കേസ് കൊടുത്താൽ ഞാൻ അവളെ തട്ടും 3 തരം. സാറൊരു കാര്യം ചെയ്. കള്ളിറങ്ങുമ്പോൾ ബംഗ്ലാവിൽ ചെന്ന് കൊച്ചമ്മയെ കണ്ട് കയ്യേ കാലെ പിടിച്ച് മാപ്പ് പറഞ്ഞ് ജോലിയിൽ കയറാൻ നോക്ക്. അധികാരം കയ്യിലുണ്ടെങ്കിൽ വല്ലതും ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ഒരുത്തരും വകവെക്കുകയില്ല. ഞാൻ അവളുടെ കാല് പിടിക്കാനോ? എനിക്ക് സാധ്യമല്ല. ത്രിവിക്രമൻ ഒരു അന്തസ്സുണ്ട്. നിങ്ങളെന്നെ സഹായിക്കണം. എന്തായാലും ഇത്രയല്ലേ. എന്നെ പിരിച്ചു വിട്ടതിൻ്റെ പേരിൽ നിങ്ങളൊരു സമരം ആരംഭിക്കും. ഇത്ര നാൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചില്ലേ? മാനേജറെ പിരിച്ചുവിട്ടതിന് തൊഴിലാളികൾ സമരം ചെയ്യണോ? നിങ്ങൾ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ ആളല്ലല്ലോ, മാനേജ്മെൻറ്റിൻ്റെ ആളല്ലേ. നിങ്ങളൊന്ന് ശ്രമിച്ചാൽ സാധിക്കും. ഇല്ല, ഒന്നാമതായി തൊഴിലാളികൾക്ക് ഞങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുക. തെണ്ടിച്ച് തൊഴിലാളികളോട് നമ്മൾ അവളുടെ പേരിൽ വരുത്തിയ ചൂഷണവും വെട്ടിപ്പും വെളിപ്പെടുത്തിയതിനു ശേഷം ഞങ്ങളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാണ്. നിർമ്മല കൊച്ചമ്മയ്ക്കാണ് ഇപ്പോൾ തൊഴിലാളികളുടെ സഹതാപമായിട്ട് മുഴുവൻ.
മാനേജ്മെൻറ്റിനെയും തൊഴിലാളികളെയും വഞ്ചിച്ചു എന്ന പേരിൽ ഞങ്ങൾക്കും. അപ്പോൾ എനിക്ക് വേണ്ടി സമരം ചെയ്യുകയില്ല? ഇല്ല. എടാ, നീയൊക്കെ എന്നെക്കൊണ്ട് നേടിയ നേട്ടങ്ങൾക്ക് കണക്കില്ല. ഓർമ്മയിൽ വെച്ചോ. ത്രിവിക്രമൻ വെള്ളിമലത്തോട്ടത്തിൻ്റെ മാനേജരായി തന്നെ തിരിച്ചു വരും. അന്ന് കണ്ടോളാം. ശരി ശരി, അന്ന് കാണാം. ത്രിവിക്രമൻ ഇറങ്ങി നടന്നു. കാലുകൾ ഇടറുന്നു. വെളിച്ചമില്ലാത്ത ഇടുങ്ങിയ പാത. പുറകിൽ തൊഴിലാളി നേതാക്കളുടെ പരിഹാസച്ചിരി കിട്ടു. ത്രിവിക്രമൻ നേരെ മിസ്സിസ് എലിസബത്തിൻ്റെ ബംഗ്ലാവിലേക്ക് ചെന്നു. എലിസബത്തിൻ്റെ മുഖത്ത് തെളിച്ചമില്ലായിരുന്നു. ത്രിവിക്രമനെ അവർ നീരസത്തോടെ സ്വീകരിച്ചു. എന്താ ഈ രാത്രിയിൽ? അനിഷ്ടം പ്രകടമാക്കിക്കൊണ്ട് എലിസബത്ത് ചോദിച്ചു. ത്രിവിക്രമന് ആ ട്യൂണ് ദഹിച്ചില്ല. നിന്നെ ഒന്ന് കാണാൻ, അയാൾ മുഖത്തടിച്ച പോലെ പറഞ്ഞു. കൊച്ചമ്മ എന്ന ആ സംബോധനയിൽ നിന്നും നീ എന്നില്ല ആ മാറ്റം എലിസബത്തിനെ ഞെട്ടിച്ചിളഞ്ഞു. മദ്യപിച്ച് ലക്ക് കെട്ടിട്ട് വന്നിരിക്കുന്നു അല്ലേ? ആരോടാണ് സംസാരിക്കുന്നത്, എവിടെയാണ് ഇരിക്കുന്നതെന്ന് ഓർമ്മ വേണം. നല്ല ഓർമ്മയുണ്ടീ. നിന്നെ എനിക്കറിയരുതോ? നീ ഇരിക്കുന്ന സ്ഥാനവും നല്ല നിശ്ചയമുണ്ട്. വിക്രമൻ തന്നെ. മദ്യപിച്ചെങ്കിലും ഇപ്പോൾ നല്ല ബോധത്തോടെയാണ് വന്നിരിക്കുന്നത്, സംസാരിക്കുന്നത്. വെറുതെ വഴക്കിടണ്ട. ഞാനൊരു കാര്യം പറയാനാണ് വന്നത്. ഈ രാത്രിയിൽ എന്ത് കാര്യം? രാത്രിയിൽ പല കാര്യത്തിനും ഞാൻ നിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ വന്നത് എൻ്റെ മാനേജർ സ്ഥാനം നഷ്ടപ്പെട്ടു എന്ന് പറയാനാണ്. ഞാൻ അറിഞ്ഞു. എങ്ങനെ നഷ്ടപ്പെട്ടെന്നറിയാമോ? അതറിയില്ല. അറിയില്ലേ? നിനക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ട് അവളെ കൊല്ലാൻ ഗൂഢാലോചന നടത്തിയിട്ട്. ഗൂഢാലോചന പൊളിഞ്ഞില്ലേ? എൻ്റെ മാനേജർ സ്ഥാനവും പൊളിഞ്ഞു. എല്ലാം ഒത്തു വന്നതായിരുന്നു. ആ നശിച്ച ഡ്രൈവർ, അവൻ്റെ പേരെന്താ? ജോർജ്. അവനാണ് എല്ലാം നശിപ്പിച്ചത്. അവനെയായിരുന്നു ആദ്യം തട്ടേണ്ടത്. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? ഗൂഢാലോചനയെക്കുറിച്ച് അവൾക്ക് സംശയമുണ്ടായി കഴിഞ്ഞു. മാത്രമല്ല, തൊഴിലാളികളുടെ അനുകമ്പയും പിടിച്ചുപറ്റി. ഇനി ഇതുപോലൊരു സുവർണ അവസരം കിട്ടുമോ? സംഗതിയൊക്കെ ശരി തന്നെ. നിർമ്മല എപ്പോഴും ജീവിച്ചിരിക്കുന്നു. പക്ഷെ എനിക്ക് കരാർ അനുസരിച്ചുള്ള പണം കിട്ടണം. ഇനി കരാറിന് എന്ത് വില? ഗൂഢാലോചന പരാജയപ്പെട്ടില്ലേ? അതെൻ്റെ കുറ്റമല്ലല്ലോ. ആണോ? നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ എസ്റ്റേറ്റിൽ സമരമുണ്ടാക്കി നിർമ്മലയെ രാത്രിയിൽ മുനമ്പിലെത്തിച്ചു വന്നു. അത്രയല്ല. അത് മാത്രമല്ല നിങ്ങൾ എന്നെ ഏൽപ്പിച്ചിരുന്ന ജോലി. അത് ഞാൻ ഭംഗിയായി ചെയ്തു. നിർമ്മലയെ കൊല്ലാൻ കഴിയാഞ്ഞത് നിങ്ങളുടെ ആളുകളുടെ സാമർത്ഥ്യക്കുറവ്. പിന്നെ ആ ഡാഷ് മോളുടെ ആയുസിൻ്റെ ബലവും. അതൊന്നും നമ്മൾ തമ്മിലുള്ള കരാറിനെ ബാധിക്കുന്നില്ല. എനിക്കെൻ്റെ പണം കിട്ടണം. അതെന്ത് ന്യായമോ വിക്രമ? 1,00,000 രൂപയോളം ഈ വധശ്രമത്തിനായി ഞാൻ ചിലവാക്കി കഴിഞ്ഞു. ഇനി ഒരു പൈസ പോലും ഞാൻ തരില്ല. നിങ്ങൾ കാരണമാണ് എനിക്ക് ജോലി നഷ്ടപ്പെട്ടത്. പണമെങ്കിലും എനിക്ക് കിട്ടണം. പണം തരില്ല, അതിന് നിശ്ചയം. അതിനു വേണ്ടി കാക്കണ്ട. എന്നോട് വഞ്ചന കാണിച്ചാൽ നീ അനുഭവിക്കും. എന്തനുഭവിക്കാനാ? തനിക്ക് നീ തോട്ടത്തിലൊരു ദിവസക്കൂലിക്കാരൻ്റെ വില പോലും ഉണ്ടോ? എടി ഡാഷ് മോളെ, നീ ഇത് പറയുമെന്ന് എനിക്കറിയാമായിരുന്നു. എന്നാ കേട്ടോ, നിർമ്മലയുടെ തലയ്ക്ക് നേരെ തോക്ക് ചൂണ്ടിയിട്ടാണ് ഞാൻ വരുന്നത്. നാളെ അവൾ എൻ്റെ പേരിൽ കേസ് കൊടുക്കും. പോലീസ് വന്ന് ചോദ്യം ചെയ്യുമ്പോൾ ഗൂഢാലോചനയിലുണ്ടായിരുന്ന സകലരെയും, നിന്നെയും നിൻ്റെ ആങ്ങളമാരെയും ഉൾപ്പെടെ ഞാൻ ഒറ്റിക്കൊടുക്കും. എലിസബത്തിൻ്റെ മുഖം വിളറി. അത് മിസ്റ്റർ വിക്രമൻ, എൻ്റെ നിസ്സഹായത മനസ്സിലാക്കണം. എൻ്റെ കയ്യിൽ നിന്നും കുറേയധികം പണം ചിലവായി. കാര്യം നടന്നതുമില്ല. ഇനി എൻ്റെ കയ്യിൽ പണമില്ലെന്നതാണ് സത്യം. നമുക്കിനിയും ഒന്നിച്ച് പ്രവർത്തിക്കാം. അടുത്തതായി ഒരു ശ്രമം കൂടി ആസൂത്രണം ചെയ്യുന്നുണ്ട്. അത് വിജയിച്ചാൽ ഞാൻ എത്ര രൂപ വേണമെങ്കിലും തരാം. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്ര ലക്ഷം രൂപ അവശേഷിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നോട് നുണ പറയാൻ ശ്രമിക്കണ്ട. എനിക്ക് ഇന്നോ നാളെയോ പണം കിട്ടണം. എലിസബത്ത് അല്പനേരം ആലോചിച്ചു. നാളെ ഞാൻ കുറച്ച് പണം തരാം. ത്രിവിക്രമൻ ഇപ്പോൾ പോയിക്കോളും. അയാൾ മൂളിയിട്ട് ഇറങ്ങി നടന്നു. പിറ്റേന്ന് രാവിലെ ത്രിവിക്രമൻ നിർമ്മലയെ കാണാൻ ചെന്നു. പക്ഷെ പൗലോ അയാളെ അകത്തേക്ക് വിട്ടില്ല. പൗലോയുമായി വഴക്കടിച്ച് നിൽക്കുന്നതിനിടയിൽ ഡ്രൈവർ ജോർജ് വന്ന കാര്യം അന്വേഷിച്ചു. എനിക്ക് മിസ് നിർമ്മലയെ കണ്ട് മാപ്പ് പറയണം. ഞാനിന്നലെ കുടിച്ച് ലക്കില്ലാതെ അരുതാത്തത് എന്തൊക്കെയോ ചെയ്തു. ജോർജ് നിർമ്മലയെ വിവരം അറിയിച്ചു. അവൾ ഇറങ്ങി വന്നു. മിസ് നിർമ്മല എന്നോട് ക്ഷമിക്കണം. ഞാനിന്നലെ സുബോധമില്ലാതെ പലതും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തു. എന്നോട് ക്ഷമിച്ച് എൻ്റെ ജോലി തിരികെ തരണം. ജോലിയിൽ തിരികെ പ്രവേശിക്കുന്ന പ്രശ്നമേ ഇല്ല. പിന്നെ ഞാനൊന്ന് ചെയ്യാം. ഞാൻ പോലീസിൽ പരാതിപ്പെടുന്നില്ല. ത്രിവിക്രമൻ അവളെ തുറച്ചു നോക്കി. നീ ചെന്ന് പരാതിപ്പെടറി. IG വരും എന്നെ അങ്ങ് വിഴുങ്ങാൻ. എന്ന് വെച്ചാൽ പോലീസ് നിൻ്റെ കൂലിത്തൊഴിലാളിയല്ലേ. ത്രിവിക്രമനെ പിരിച്ചുവിട്ടത് നീ ശരിക്കും അനുഭവിക്കും. കരുതിക്കോ. വെല്ലുവിളിച്ചിട്ട് അയാൾ ഇറങ്ങിപ്പോയി. നിർമ്മല അതൊന്നും കൂട്ടാക്കിയില്ല.
ഏതായാലും പോലീസിൽ പരാതി നൽകുന്നത് തന്നെയാണ് നല്ലതെന്ന് തോന്നി. വിട്ടുവീഴ്ച ഒട്ടും പാടില്ല. തകരാറിലായ ടെലിഫോൺ കേബിളുകൾ ശരിയാക്കാൻ അവൾ ഏർപ്പാടുകൾ ചെയ്തു. ഉച്ചതിരിഞ്ഞ് പോലീസ് സ്റ്റേഷൻ വരെ പോകാൻ തയ്യാറായിരിക്കണമെന്ന് ജോർജിനോട് പറഞ്ഞ ശേഷം അവൾ ഓഫീസിലേക്ക് പോയി. അന്ന് വന്ന തപാലിൻ്റെ കൂടെ നിർമ്മലയ്ക്ക് ഒരു കവറുണ്ടായിരുന്നു. അലക്സിൻ്റെ കൈയക്ഷരം കണ്ടപ്പോൾ അവൾ അളവറ്റ് സന്തോഷിച്ചു. ഉത്കണ്ഠയോടെ അവൾ ആ കവറ് പൊട്ടിച്ചു നോക്കി. ഒരു വെഡ്ഡിംഗ് കാർഡ്. അതിലെ തിളങ്ങുന്ന നീല നിറത്തിലുള്ള ഇംഗ്ലീഷ് അക്ഷരങ്ങൾ അവളുടെ കണ്ണുകളിൽ പുളഞ്ഞുകുത്തി. അലക്സ് വിത്ത് ഫിലോമിന. അലക്സിൻ്റെ വിവാഹ ക്ഷണപത്രം. നിർമ്മല നടുങ്ങിത്തിരിച്ചിരിക്കുന്നു. അധ്യായം 21. രാത്രി. ചില്ലു ജനാലകളിൽ വന്നലയ്ക്കുന്ന കിഴക്കൻ കാറ്റ്. അരണ്ട നീല വിട്ടത്തിൽ മലനിരകളുടെ ഇരുണ്ട അതിരുകൾ ചക്രവാളത്തെ തൊട്ടുരുമ്മി നിൽക്കുന്നത് പോലെ. വെള്ളിമലയാറിന് മീതെയും താഴെയും താഴ്ന്ന മലമടക്കുകളിലും പാൽപത പോലെ പുകഞ്ഞ്. നിർമ്മല തണുപ്പ് കാറ്റേറ്റ് ജനാലയ്ക്ക് തന്നെ നിന്നു. മനസ്സിലെ ഇത്തിരി വെളിച്ചവും അണഞ്ഞു കഴിഞ്ഞു. ഒരു കൊച്ചു തീപ്പൊരി പോലുമില്ല. ശേഷിക്കുന്നത് ഇനിയൊരു ചുടലച്ചാമ്പൽ മാത്രം. നീ എന്ത് തേടി നിർമ്മലേ? ആത്മാവിൻ്റെ അഗാധതയിൽ നിന്നും ചുഴലിക്കാറ്റിൻ്റെ തീവ്രതയോടെ ചീറി വരുന്ന ചോദ്യം. എന്തൊക്കെയാണ് നീ നേടിയത്? കാറുകൾ, ബംഗ്ലാവുകൾ, ആയിരക്കണക്കിന് ഏക്കർ വരുന്ന എസ്റ്റേറ്റ്. ഇതെല്ലാം നേടിയപ്പോൾ നിനക്ക് എന്താണ് നഷ്ടപ്പെട്ടത്? നിൻ്റെ സന്തോഷം, നിൻ്റെ സമാധാനം, നിൻ്റെ പ്രതീക്ഷകളും കിനാക്കളും, നിൻ്റെ ഹൃദയം കൂടിയും നിനക്ക് നഷ്ടപ്പെട്ടു. നിനക്കിന്ന് സുരക്ഷിതത്വമില്ല. ആരിൽ നിന്നും സ്നേഹം കിട്ടുന്നുമില്ല. നിന്നെ സ്നേഹിച്ചവർ നിന്നെ പിരിഞ്ഞു പോയി കളഞ്ഞു. നീ ഏതൊരു പുരുഷൻ്റെ തണലിലാണോ ജീവിച്ചതും കൊതിച്ചതും അയാൾ നിന്നെ പിന്തള്ളി കടന്നുപോയിരിക്കുന്നു. നിർമ്മല വിരലുകൾക്കിടയിലിരുന്ന് വിറകൊള്ളുന്ന ആ ക്ഷണക്കത്തിലേക്ക് വീണ്ടും നോക്കി. തിളങ്ങുന്ന നീല അക്ഷരങ്ങൾ, നീല സർപ്പങ്ങളെപ്പോലെ. അവൾ ആ അക്ഷരങ്ങളെ ഭയപ്പെട്ടു. അതിന് കൊടിയ വിഷമുണ്ടെന്ന് തോന്നി. വഞ്ചനയുടെ വിഷം, വാഗ്ദാന ലംഘനത്തിന് വിഷം. കണ്ണുനീർ വീണ് ആ കാട് നനഞ്ഞു കുതിർന്നു. കരുതിക്കൂട്ടിയാണ് അലക്സ് ഇത് അയച്ചതെന്ന് തീർച്ച. അല്ലെങ്കിൽ ഇത്ര വൈകുമായിരുന്നില്ലല്ലോ. വിവാഹദിനത്തിൽ തന്നെ തനിക്ക് കിട്ടത്തക്ക വിധം. അലക്സ് എന്താണ് വിചാരിച്ചത്? നേരത്തെ ഇതയച്ചാൽ ഞാൻ വന്ന് വിവാഹം മുടക്കിയേക്കുമെന്ന് കരുതിയോ? അലക്സ് എന്നെ മാത്രമേ വിവാഹം കഴിക്കാവൂ എന്ന് കാല് പിടിച്ച് കെഞ്ചി കരയുമെന്ന് വിചാരിച്ചോ? സ്നേഹം പിടിച്ചു വാങ്ങാമെന്ന് കരുതുന്നവളല്ല ഞാൻ. പക്ഷേ ഈ ചതി എന്നോട് വേണ്ടിയിരുന്നില്ല. എന്നോട് തുറന്നു പറയാമായിരുന്നു. ഇല്ലാത്ത കുറ്റങ്ങൾ എൻ്റെ മേൽ ചുമത്തി എന്നെ അബദ്ധസഞ്ചാരിണിയായിട്ട് മുദ്ര കുത്തി പിന്നീട് എന്നോട് ഈ വഞ്ചന കാണിച്ചു എന്ന് നിശ്ചയിക്കേണ്ടിയിരിക്കുന്നില്ല. എന്നാലും അലക്സിനിത് സാധിച്ചുവല്ലോ. ചെയ്യാത്ത തെറ്റിന് എന്നെ ക്രൂശിക്കാൻ, ഒറ്റപ്പെടുത്താൻ, ഉപേക്ഷിക്കാൻ. നിർമ്മല തണുത്ത ഉരുക്കു ചട്ടങ്ങളിൽ മുറുകെ പിടിച്ചു. നിശബ്ദത നിറഞ്ഞലിഞ്ഞ കണ്ണുകൾ ഇരുണ്ട താഴ്വാരകളിലേക്ക് തിരിഞ്ഞു. തൻ്റെ മനസ്സാണത്, അവൾ വിചാരിച്ചു. വെളിച്ചം അണഞ്ഞ മനസ്സ്, ശൂന്യതയുടെ ഇരുൾ വ്യാപിച്ച മനസ്സ്. ക്ലോക്കിൽ 3 മണിയടിച്ചു. നിർമ്മല ഇടറുന്ന പാദങ്ങൾ പെറുക്കി വെച്ച് കിടക്കയിലെത്തി. കയ്യിലിരുന്ന കാർഡ് അവൾ കയ്യിലിട്ട് ഞെരിച്ചു. ഇതാണ് ഒരു സ്നേഹത്തിൻ്റെ അന്ത്യം. പവിത്രവും അനശ്വരവുമായി ദൃഢവും അഗാധവുമെന്ന് കരുതിയിരുന്ന സ്നേഹത്തിൻ്റെ, തൻ്റെ ഭാവിയിൽ വെളിച്ചമായി വർത്തിക്കേണ്ട സ്നേഹത്തിൻ്റെ, അത് തീർന്നു. സകലതും. അലക്സിൻ്റെ വിവാഹ ദിനമാണിന്ന്. അയാളുടെ ആദ്യ രാത്രി. അയാളിപ്പോൾ കല്യാണപ്പെണ്ണുമൊത്ത് മണിയറയിൽ ക്ഷയിക്കുകയാവും. പുതിയ സ്വപ്നങ്ങൾ കണ്ട്, പുതിയ പുതിയ ലക്ഷ്യങ്ങളിലേക്ക് വിചാരമൂന്നി, പുതുമണവാളനായിട്ട്. എന്നാലും അലക്സ് ഇത് ചെയ്തല്ലോ. ഫാദർ കുര്യാക്കോസ് പോലും തന്നെ ഈ വിവരം അറിയിച്ചില്ല. ഫാദർ അറിഞ്ഞിട്ടില്ല എന്ന് നിശ്ചയം. മനഃപൂർവ്വമാണ്. ഒത്തുകൂടി നടത്തിയ ഗൂഢാലോചന പോലെ തോന്നുന്നു. ഒരുപക്ഷെ ഇതൊരു അസത്യമായിരിക്കുമോ? അലക്സിൻ്റെ വിളച്ചിൽ. കരുതിക്കുട്ടി നോവിക്കാൻ അലക്സിന് പണ്ടേ ഇഷ്ടമാണ്. ഞെട്ടിക്കുകയും നോവിക്കുകയും ചെയ്യും, പിന്നെ ആശ്വസിപ്പിക്കും. ഇല്ല, ഇതങ്ങനെയല്ല. ദൈവമേ, തലച്ചോറൊന്ന് തണുത്തിരുന്നെങ്കിൽ. എല്ലായിടവും ചുട്ടുപഴുത്ത് വിങ്ങിപ്പൊട്ടുകയാണ്. നിർമ്മല ലൈറ്റ് അണച്ചു. മുറിയിലിരുട്ട്. ഇരുട്ടിൽ തനിച്ചു കിടക്കാൻ പേടി തോന്നി. ചതിയും വഞ്ചനയും ക്രൂരതയും നിറഞ്ഞ വിസ്തൃതമായ ഭൂമുഖത്ത് തനിച്ചാണെന്ന വിചാരം. തീരെ ഒറ്റപ്പെട്ടതുപോലെ, ഉപേക്ഷിക്കപ്പെട്ടതുപോലെ. ഇരുട്ടിലെവിടെയൊക്കെയോ ശത്രുക്കൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് തോന്നല്.
അവർ ബലിയാടിനെ കൊല്ലാൻ ആയുധങ്ങളുമായി തക്കം പാർത്തിരിക്കുന്നു. നിർമ്മല ലൈറ്റിട്ടു. കുറച്ച് ആശ്വാസം തോന്നി. എങ്കിലും ഉറങ്ങാനായില്ല. ഉറങ്ങിയെങ്കിലും പിറ്റേന്ന് വൈകിയാണ് കിടക്ക വിട്ടെഴുന്നേറ്റത്. ആകെ ഒരു മൗഢ്യം. എന്തു ചെയ്യണമെന്ന് അറിയില്ല. ജീവിക്കണമെന്നില്ല. എണീറ്റ് കുറേ കഴിഞ്ഞപ്പോൾ ഫോൺ ബെൽ ശബ്ദിച്ചു. കുറേ ദിവസങ്ങളായി തകരാറിലായി കിടക്കുകയായിരുന്നല്ലോ എന്നോർത്ത് ഉന്മേഷശൂന്യായി റിസീവർ എടുത്തു. ആരാ? നിർമ്മലയാണോ? പരുക്കൻ ചോദ്യം. സ്വരം മനസ്സിലായില്ല. അതെ, നിങ്ങളാരാ? ഞാനാടി, ത്രിവിക്രമൻ. നീ എനിക്കെതിരെ പോലീസിൽ പരാതിപ്പെട്ട 3-ാം ദിവസം നിന്നെ കുഴിച്ചുമൂടുമെന്ന് പറയാനാണ് വിളിച്ചത്. നിർമ്മല അപ്പോൾ തന്നെ റിസീവർ വെച്ചു. വൈകുന്നേരം എലിസബത്ത് നിർമ്മലയുടെ ബംഗ്ലാവിലെത്തി. നിർമ്മലയ്ക്ക് അത്ഭുതവും അമ്പരപ്പുമായിരുന്നു. നിർമ്മല അവരോട് വിനയപൂർവ്വം പെരുമാറി. നിന്റെ ആതിഥ്യം സ്വീകരിക്കാൻ വന്നതല്ല ഞാൻ, മിസ്സിസ് എലിസബത്ത് മുഖത്തടിച്ചതുപോലെ പറഞ്ഞു. എൻ്റെ അടുക്കളക്കാരിയുടെ വില പോലും നിനക്കില്ലായിരുന്നു എന്ന് എനിക്കറിയാം. എന്നെ തുല്യനിലയിൽ സ്വീകരിക്കാനും സൽക്കരിക്കാനും നീ വളർന്നിട്ടില്ല. പൂമുഖപ്പടിയിൽ നിന്നുകൊണ്ട് എലിസബത്ത് സംസാരിച്ചു. അമർഷത്തോടെയും ആവേശത്തോടും കൂടിയും അവർ തുറന്നു. നീ ആരാണെന്ന് എനിക്കറിയില്ല, അറിയേണ്ട കാര്യമില്ല. എന്നാൽ ഞാൻ ആരാണെന്ന് നീ അറിയണം. അന്തരിച്ചു പോയ ഐസക് ജോണിൻ്റെ ഭാര്യയാണ് ഞാൻ. അയാൾക്ക് വേറൊരു ഭാര്യയും ഉണ്ടായിരുന്നു എന്നെനിക്കറിയില്ല. അതിന് രേഖകളുമില്ല. 20 വർഷത്തോളം ഞാൻ അയാളുടെ കൂടെ ജീവിച്ചു. പക്ഷേ അയാളുടെ മരണശേഷം ആരെന്ന് എനിക്കറിയാത്ത ഒരു പെണ്ണ് വന്ന് എനിക്കും എൻ്റെ മകനും അവകാശപ്പെട്ട സ്വത്ത് കൈയടക്കിയാൽ അത് ഞാൻ സഹിക്കില്ല. നീ പഠിച്ചവളല്ലേ, നിഷ്പക്ഷമായിട്ട് ചിന്തിച്ച് നിനക്ക് തന്നെ മനസ്സിലാവുമല്ലോ. എൻ്റെ ഭാഗത്താണ് ഈ സ്വത്തുക്കളുടെ ഉടമസ്ഥാവകാശം. എനിക്കും എൻ്റെ മകനുമാണ് ഇതൊക്കെ കിട്ടേണ്ടത്. അവകാശം നിങ്ങൾക്കായിരുന്നെങ്കിൽ നിങ്ങൾക്കല്ലേ കിട്ടുമായിരുന്നല്ലോ. മനുഷ്യൻ സുബോധമില്ലാതെ ചിലപ്പോൾ പ്രവർത്തിച്ചെന്നിരിക്കും. എൻ്റെ ഭർത്താവിൻ്റെ ഒരു നിമിഷത്തെ കുറ്റബോധത്തിൻ്റെ ഫലമായിട്ടാണ് നീ ഇന്ന് തോട്ടമുടമയായത്. അയാളൊരു അസന്മാർഗിയായിട്ട് ഉള്ള കാലം മുഴുവൻ ജീവിച്ചത്. വിവാഹത്തിന് മുമ്പും പിമ്പും പല വഴിപിഴച്ച സ്ത്രീകളുമായിട്ട് അയാൾക്ക് അവിഹിത ബന്ധമുണ്ടായിരുന്നു. അത്തരമൊരു വേഴ്ചയുടെ ശിഷ്ടമാണല്ലോ നീ. അവസാന കാലത്ത് അയാൾക്ക് പാവബോധം കുറെ കൂടുതലായിരുന്നു. ബന്ധപ്പെട്ടിട്ടുള്ളവർക്ക് ഒക്കെ അയാൾ പണം വാരി വാരി കൊടുത്തു. നീ അയാളുടെ മകളായിരുന്നെന്നായിരുന്നു അയാളുടെ വിശ്വാസം. അതൊരു പക്ഷേ ശരിയായിരിക്കാം, അല്ലെന്നും വരാം. വഴിപിഴച്ച സ്ത്രീകളുടെ മക്കൾക്ക് അവരുടെ അച്ഛൻ ഇന്നേരാണെന്ന് തീർത്തു പറയാൻ സാധിക്കില്ല. എൻ്റെ അമ്മ ഒരു ചീത്ത സ്ത്രീ ആയിരുന്നില്ല, അത് മാത്രം പറയരുത്. ഞാൻ പറയാനാണ് വന്നത്. നിൻ്റെ അമ്മ ചീത്ത സ്ത്രീ ആയിരുന്നില്ലെങ്കിൽ അവിവാഹിതയായിരിക്കെ നിന്നെ പ്രസവിക്കേണ്ടി വരില്ലായിരുന്നു. എൻ്റെ ഭർത്താവിന് ഒരു പെൺകുഞ്ഞുണ്ടായില്ല. അപ്പോൾ പിന്നെ നീ അയാളുടെ മകളായി കരുതി. നിൻ്റെയും നിൻ്റെ അമ്മയുടെയും ദാരിദ്ര്യം നിറഞ്ഞ ജീവിതം അയാളുടെ സഹതാപം പിടിച്ചു പറ്റി. മാത്രമല്ല, അവസാന കാലത്ത് ഞാനും അയാളും തമ്മിൽ തീരെ രമ്യതയിലല്ലായിരുന്നു താനും. എന്നോടുള്ള വാശിയും പിണക്കവും തീർക്കാൻ അയാൾ നിൻ്റെ പേരിൽ സ്വത്തുക്കൾ എഴുതി വെച്ച്. പിന്നീട് മാറ്റി എഴുതാമെന്ന് അയാൾ വിചാരിച്ചിരിക്കാം. പക്ഷെ മരണം പെട്ടെന്നായിരുന്നു. തിരുത്തലിനൊന്നും സമയം കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അയാൾക്ക് പറ്റിയ തെറ്റ് നീ വൻ ലാഭമായിട്ട് കണക്കാക്കരുത്. ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് നീ പിടിച്ചനുഭവിക്കരുത്. ആ സ്ത്രീയെ ഒന്ന് നിർത്തി. അവർ ശക്തിയായി കിതയ്ക്കുന്നുണ്ടായിരുന്നു. അല്പവിരാമത്തിന് ശേഷം ഭീഷണിയുടെ സ്വരത്തിൽ അവർ തുറന്നു. അതുകൊണ്ട് ന്യായമായും എനിക്കും എൻ്റെ മകനും അവകാശപ്പെട്ട സ്വത്തുക്കൾ നീ തിരിച്ചു തരണം. നിനക്ക് നിൻ്റെ 2 തലമുറയ്ക്കും സുഭിക്ഷമായി കഴിയുവാൻ വേണ്ട വസ്തുക്കൾ ഞാൻ വേറെ വാങ്ങിത്തരാം. നീ അതുകൊണ്ട് തൃപ്തിപ്പെടണം. ഇല്ലെങ്കിൽ നിനക്കൊരിക്കലും സ്വസ്ഥത കിട്ടുകയില്ല. ഈ സ്വത്തുക്കൾ കൈവശം വെച്ച് സുഖിച്ച് സന്തോഷത്തോടെ ജീവിക്കാവുന്ന വ്യാമോഹം വേണ്ട. ഞങ്ങളുടെ അവകാശം തിരിച്ചു പിടിക്കാൻ ഞങ്ങൾ എന്തും ചെയ്യും. ഏത് ക്രൂരകൃത്യത്തിനും തയ്യാറായെന്ന് വരും. നീ ഇത് അനുഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിർമ്മല എന്തു മറുപടി പറയണമെന്നറിയാതെ പകച്ചു. നീ ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി. നിനക്ക് മനസ്സാക്ഷി എന്നുണ്ടല്ലോ, അതിനോട് ചോദിക്ക് ന്യായം എന്താണെന്ന്. മിസ്സിസ് എലിസബത്ത് വെട്ടിത്തിരിഞ്ഞിറങ്ങി നടന്നു. അവർ മറിയുന്നതുവരെ നിർമ്മല നോക്കി നിന്നു. പിന്നെ കിടക്കറയിലേക്ക് പോയി. കിടക്കയിൽ കിടന്ന് അവൾ അടക്കിപ്പിടിച്ച് കരഞ്ഞു. ആരുണ്ട് തുണ? ഒരു ഉപദേശം തരാൻ, ഒരു സാന്ത്വനം നൽകാൻ ആരുമില്ല. ആരാണ് യഥാർത്ഥ അവകാശി? തനിക്ക് അർഹതയുണ്ടോ? അവകാശമുണ്ടോ? നനച്ചിരിക്കാതെ ആഗ്രഹിക്കാതെ ഒരു നിധി പോലെ വീണ് കിട്ടി. അതിന് വലിയ വില കൊടുത്തു കഴിഞ്ഞു. ലോകത്തുള്ളവരെല്ലാം തൻ്റെ ശത്രുക്കളായി. ആത്മാവിൽ സ്നേഹത്തിൻ്റെ ദീപം കൊളുത്തിയവൻ അത് ഊതി അണച്ച ശേഷം ഓടിപ്പോയി. സ്വസ്ഥതയും സമാധാനവും നശിച്ച് ജീവന് സുരക്ഷിതമില്ലാതായി. കുഞ്ഞുനാളിൽ
ഒരുപാട് പണം വീണ് കിട്ടാൻ ഒത്തിരി കൊതിച്ചിരുന്നു. ഒരു നിധി കിട്ടാൻ, അല്ലെങ്കിൽ ലക്ഷങ്ങളുടെ ഭാഗ്യക്കുറിയിൽ ഒന്നാം സമ്മാനം കിട്ടാൻ. അത് വലിയൊരു ആഗ്രഹമായിരുന്നു. അമ്മയുടെ കഷ്ടപ്പാട് കണ്ട് കൊച്ചു മനസ്സിൽ മുളച്ച ഒരാഗ്രഹം. വയറ്റിൽ ആർത്തി പിടിച്ച ചെന്നായിയെപ്പോലെ മുരണ്ട വിശപ്പിൻ്റെ ആഗ്രഹം. നല്ല ഭക്ഷണം കഴിച്ച്, നല്ല വേഷങ്ങൾ അണിഞ്ഞ്, നല്ല ഭവനങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന സതീർത്ഥ്യരുടെ സമൃദ്ധി കണ്ടിട്ടാണോ ആഗ്രഹം. അന്ന് ആഗ്രഹിച്ചു, 7 നില മാളിക വേണം, പൊന്നും പണവും വലിയ പത്തായങ്ങളിൽ നിറഞ്ഞു കിടക്കണം, ആടയാഭരണങ്ങളിൽ ധാരാളം വേണം, ഒരു രാജകുമാരിയെപ്പോലെ ജീവിക്കണം, സർവോപരി അമ്മ തൃപ്തിയും സന്തോഷമുള്ളവളായി കഴിയുന്നത് കാണണം. അന്നത്തെ സ്വപ്നം പോലെ ഇന്ന് തനികയാണ്. വിരലിനൊടിച്ചാൽ ഏതാഗ്രഹവും സാധ്യമാവും. പക്ഷെ മനസമാധാനം, ശാന്തി, സ്വസ്ഥത അതൊക്കെ എവിടെയോ അപ്രത്യക്ഷമായി. അരവയർ മുറുക്കി കുത്തി ചെറ്റക്കുടലിൽ അന്തിയുറങ്ങിയിരുന്ന കാലത്ത് ഇന്നത്തേക്കാൾ മനഃശാന്തി ഉണ്ടായിരുന്നു. നിർമ്മല ആ കാലഘട്ടം ഓർത്ത് കിടന്നു. പല തീരുമാനങ്ങളും മനസ്സിൽ കെട്ടിമുറുക്കി. പിന്നെ അതഴിച്ചു മാറ്റി. പിന്നെയും കെട്ടുകളിട്ടു. ഒടുവിൽ തളർന്നുറങ്ങി. അടുത്ത ദിവസം അതികാലത്ത് നിർമ്മല ഉണർന്നു. 8 മണിയായപ്പോൾ അവൾ കുളിച്ചൊരുങ്ങി തയ്യാറായി ഇറങ്ങി. താൻ എസ്റ്റേറ്റിലേക്ക് പോന്നപ്പോൾ കൊണ്ടുവന്ന പെട്ടി അവൾ എടുത്തിരുന്നു. ഡ്രൈവർ ജോർജിനെ വിളിച്ച് കാർ ഇറക്കി. നമ്മൾ നാട്ടിലേക്ക് പോവുകയാണ്. പിൻസീറ്റിൽ കയറിയിരുന്നിട്ട് അവൾ പറഞ്ഞു. കാറുമെല്ലാം നീങ്ങി. ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് പള്ളിമേടയുടെ മുറ്റത്ത് കാറ് നിന്നു. നിർമ്മല പെട്ടിയുമായിട്ട് ഇറങ്ങി. ജോർജ് തിരിച്ചു പോയിക്കോളൂ. അപ്പോൾ കൊച്ചമ്മ? ഞാനിനി അവിടേക്കില്ല. ജോർജ് അമ്പരന്നു. തിരിച്ചു പോരുന്നേ ഇല്ലെന്നോ? അതെ, ഞാനതെല്ലാം ഉപേക്ഷിക്കുകയാണ്. ജോർജ് നിൽക്കണ്ട, പോയിക്കോളൂ. ജോർജിനോട് എനിക്കൊന്നും നന്ദിയുണ്ട്, ഇത്രയും നാൾ സേവിച്ചതിനെ, ഒരിക്കലും എൻ്റെ ജീവൻ രക്ഷിച്ചതിനെ. അവൾ പള്ളിമേടയുടെ വരാന്തയിലേക്ക് കയറിപ്പോയി. ജോർജ് അല്പനേരം സംശയിച്ച് നിന്ന ശേഷം കാറുമായിട്ട് എസ്റ്റേറ്റിലേക്ക് മടങ്ങി. അധ്യായം 22. ഊണിന് ശേഷം വിശ്രമിക്കായിരുന്ന ഫാദർ കുര്യാക്കോസ് ഏതോ കാറ് വന്നതും ഉടൻ മടങ്ങിപ്പോകുന്നതും അദ്ദേഹം ജനാലയിലൂടെ കണ്ടിരുന്നു. എഴുന്നേൽക്കാൻ മടിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ ഡോർബെൽ ശബ്ദിച്ചു. അച്ഛൻ എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നു. നിർമ്മല. ഒരു നിമിഷത്തേക്ക് അച്ഛൻ അത്ഭുതസ്തബ്ധനായി നിന്നു. പിന്നെ അതിരറ്റ് സന്തോഷത്തോടെ പറഞ്ഞു. കാറ് വന്നത് ഞാൻ കണ്ടു, പക്ഷെ നീയാണെന്ന് അറിഞ്ഞില്ലല്ലോ. എന്താ വരുന്ന വിവരത്തിന് കത്തെഴുതാത്തത്? അച്ഛനെ ഒന്ന് അത്ഭുതപ്പെടുത്താൻ. നിർമ്മല വിളറിയ ചിരിയോടെ പറഞ്ഞു. നീ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നല്ലോ. വാ, അകത്തേക്ക് കടന്നിരിക്കി. എനിക്ക് എന്തെല്ലാം ചോദിക്കാനും പറയാണ്ട്. എനിക്കും. അച്ഛൻ തിരിഞ്ഞ് കണ്ണടയുടെ ഫ്രെയിമിന് മുകളിലൂടെ അവളെ സൂക്ഷിച്ചൊന്ന് നോക്കി. ഇരിക്കി. അച്ഛൻ സോഫയിലേക്ക് വിരൽ ചൂണ്ടി. നിർമ്മല ഇരുന്നു. എതിർവശത്താടുന്ന കസേരയിൽ അച്ഛനും. ഈ നാട്ടിലേക്കുള്ള വഴിയൊക്കെ നീ മറന്നുവെന്ന് ഞാൻ വിചാരിച്ചു. അച്ഛൻ പരിഭവിച്ചു. അതെന്താ അങ്ങനെ? നീ ഇവിടെ നിന്ന് പോയിട്ട് ആദ്യമായിട്ടല്ല വരുന്നത്. വേണമെങ്കിൽ മുമ്പും വരാമായിരുന്നു. ഞാൻ അങ്ങനെ നടന്ന വഴികളൊന്നും മറക്കുന്നവളല്ല ഫാദർ. മറക്കാൻ കഴിയാത്തതിൻ്റെ വിഷമമാണ് എനിക്ക്. ചിലർക്ക് മറക്കാൻ എളുപ്പം കഴിയും. അത് പോട്ടെ. അച്ഛൻ വിഷയം മാറ്റാൻ പറഞ്ഞു. നീ മുന്നറിയിപ്പൊന്നും കൂടാതെ പോരാനെന്താ? പ്രത്യേകിച്ച് കാരണം വല്ലതും? ഒരു വിവാഹത്തിന് പങ്കെടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞുപോയി. ക്ഷണക്കത്ത് താമസിച്ചാണ് കിട്ടിയത്. അച്ഛൻ പരുങ്ങി. നിർമ്മലയോട് എന്താണ് പറയേണ്ടതെന്ന് മനസ്സിലായില്ല. നിർമ്മല അച്ഛനെ സൂക്ഷിച്ചു നോക്കി. അവളുടെ കണ്ണും മുഖവും ചുവന്നു. കരയാനുള്ള വെമ്പൽ. എന്തിനായിരുന്നു ആ ഗൂഢാലോചന? എന്നെ ഒഴിവാക്കാനല്ലേ? നേരിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഒഴിവായനെ ഞാൻ. ഓരോരുത്തർ ആണത്വം വിട്ടിട്ട് എന്തിനു വളഞ്ഞ വഴി സ്വീകരിക്കുന്നു? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. നിർമ്മലേ, വളഞ്ഞ വഴിയല്ല, നേരായ വഴി അതായിരുന്നു. അച്ഛൻ സാന്ത്വന രൂപേണ പറഞ്ഞു. നിനക്കിപ്പോൾ അത് മനസ്സിലാകില്ല. ഇപ്പോഴത്തെ വിഷമം മാറിക്കഴിയുമ്പോൾ ബോധ്യമാകും. നീ വലിയൊരു ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് കണക്കാക്കിയാൽ മതി. എന്ത് ദുരന്തം? എനിക്കിനി ദുരന്തമൊന്നും വരാനില്ല. എൻ്റെ ജന്മവും ജീവിതവും എല്ലാം ദുരന്തമാണല്ലോ. ഫാദർ എന്തിനിത് മറച്ചു വെച്ചുവെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല. ഞാൻ എത്ര കത്തെഴുതി, മറുപടി കത്തിലൊരു സൂചന പോലും തരാത്തത് മനഃപൂർവ്വമല്ലേ? അതെ, മനഃപൂർവ്വം തന്നെ. എന്നെ വിളിക്കാൻ കാരണം എന്താ? അലക്സ് മാറിപ്പോകുന്നതായിരുന്നു എനിക്കിഷ്ടം. നിർമ്മല മനസ്സിലാകാത്തതുപോലെ നോക്കി. ഫാദറിന് ഇഷ്ടമായിരുന്നല്ലോ. മുമ്പ് പറഞ്ഞിട്ടുള്ളതല്ലേ. മൗനമായിട്ട് പ്രോത്സാഹിപ്പിക്കുക കൂടി ചെയ്തിട്ടില്ലേ? മനസ്സാ ഞങ്ങളെ ആശീർവദിച്ചില്ലേ? എന്നിട്ടൊടുവിൽ ഒറ്റപ്പെടുത്തി എനിക്കെതിരെ ഗൂഢാലോചന നടത്തി. ഗൂഢാലോചന അല്ല മോളെ. ഏറ്റവും സൗമ്യമായി അച്ഛൻ തുടർന്നു.
അലക്സിനെ എനിക്കിഷ്ടമല്ലാതായി തീർന്നു. അതാണ് സത്യം. നിനക്ക് പറ്റാത്ത ഒരാളായി തീർന്നു അവൻ. നീ പോയതിനു ശേഷം എന്നും നിന്നെക്കുറിച്ച് പരാതികളും സംശയങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിന്റെ പുതിയ സ്ഥാനവും പദവിയും മനസ്സിലാക്കാൻ അവന് സാധ്യമല്ലായിരുന്നു. അസൂയയും അമർഷവും അപകർഷതാബോധവും കൊണ്ട് അവൻ്റെ മനസ്സ് ചീഞ്ഞുപോയി. ആദ്യമൊക്കെ ഞാൻ അവനെ പറഞ്ഞ് തിരുത്താൻ ശ്രമിച്ചു. നിന്റെ പെണ്ണ് പാവാണ്, അവൾക്ക് സ്വത്തിനേക്കാൾ വലുത് നിന്റെ സ്നേഹമാണ്, നീ അവളെ തെറ്റിദ്ധരിച്ച് അപവാദം പറഞ്ഞു വരുത്തുമ്പോൾ അവൾ നിന്നെ സ്നേഹിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നെല്ലാം. പക്ഷെ അവനത് മനസ്സിലായില്ല. നീ അങ്ങേയറ്റം വൃത്തികെട്ട ഒരു ജീവിതമാണ് നയിക്കുന്നതെന്ന് വെള്ളിമലയിൽ പോയിട്ട് വന്നപ്പോഴാണ് അവൻ പറഞ്ഞത്. അതെല്ലാം അവൻ്റെ സംശയങ്ങൾ മാത്രമാണെന്ന് ഒരു കാലത്ത് അവൻ്റെ മനസ്സിൽ നിന്നും അത് മാഞ്ഞു പോവുകയില്ലെന്നും എനിക്ക് ബോധ്യമായി. അച്ഛനൊരു നിമിഷം നിർത്തി നിർമ്മലയുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണുകൾ കലങ്ങിയിരുന്നു. നിന്റെ സാഹചര്യങ്ങൾക്കൊത്ത് ഉയർന്നു പ്രവർത്തിക്കാൻ അയാൾക്ക് കഴിയില്ലെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ ഒന്നിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതം നരകതുല്യമായി തീരുമെന്നതിന് ഒരു സംശയവും വേണ്ട. ഞാനാണ് അവൻ്റെ വിവാഹം നടത്തി കൊടുത്തത്. നീ രക്ഷപ്പെട്ടല്ലോ എന്നോർത്ത് എനിക്കെപ്പോഴും സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. ഒടുവിൽ അവന് നിന്നോട് തരിമ്പു സ്നേഹമില്ലാതായി. അവന് നിന്നോട് വൈരാഗ്യം തീർക്കാനാണത്രേ വിവാഹം ആലോചിച്ചത്. എന്നിട്ട് എന്നോട് അഭിപ്രായം ആരാഞ്ഞു. യുക്തി പോലെ ചെയ്തുകൊള്ളാൻ ഞാൻ പറഞ്ഞു. പിന്നെ ഇതൊക്കെ എഴുതി നിന്നെ അറിയിക്കാഞ്ഞത് ദുഃഖിപ്പിക്കാനും നിരാശപ്പെടുത്താനും ഇടവരുത്തേണ്ടെന്ന് കരുതിയാണ്. പിന്നീട് നേരിൽ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താമെന്ന് വിചാരിച്ചു. നിനക്കവൻ ക്ഷണക്കത്തയക്കുമെന്ന് ആരറിഞ്ഞു? അതിൽ നിന്നും തന്നെ അവൻ്റെ വെറുപ്പും വൈരാഗ്യവും മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. അച്ഛൻ പറഞ്ഞു നിർത്തി. നിർമ്മല തൂവാലയെടുത്ത് കണ്ണുകളൊപ്പി. അതുകൊണ്ട് നീ വിഷമിക്കണ്ട. ഇപ്പോഴാണ് നിനക്ക് നടന്നു പോകേണ്ട വഴികൾ ഭംഗിയുള്ളതായത്. ഒരു തടസ്സമില്ല. നിനക്കിന് യോജിക്കുന്നത് നിൻ്റെ അതേ ചുറ്റുപാടുകളോട് കൂടി നിൽക്കുന്ന ബന്ധങ്ങളാണ്. നീ ഒരു തോട്ടോടമയാണെന്ന് സ്വയം മനസ്സിലാക്കിയിട്ട് വേണം ബന്ധങ്ങൾ ഉണ്ടാക്കാനും അഴിക്കാനും. അല്ല ഫാദർ, ഞാനിന്ന് ഒരു തോട്ടോടമയല്ല. ഞാനെല്ലാം ഉപേക്ഷിച്ചു പോന്നു. എനിക്കത് വേണ്ട. നിർമ്മലേ, അച്ഛൻ അന്താളിച്ചു വിളിച്ചു. ഞാനതൊക്കെ വലിച്ചെറിഞ്ഞു. ആ ഭാരത്തിന് എനിക്കത് അർഹതയില്ലാത്തൊരു സ്വത്താണ്. മോളെ ഞാൻ ഇനി തിരിച്ചു പോകുന്നില്ല. എന്നേക്കുമായിട്ട് വെള്ളിമല വിട്ടു പോന്നതാണ് ഞാൻ. അച്ഛൻ അമ്പരപ്പോടെ അവളെ നോക്കിയിരുന്നു. നിനക്ക് എന്തു പറ്റി കുഞ്ഞേ? എനിക്കോ? ഞാൻ ജീവിച്ചിരിക്കുന്നുവെന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. അവൾ പറഞ്ഞു തുടങ്ങി. തനിക്കെതിരെ ഉണ്ടായിരുന്ന വധശ്രമങ്ങൾ, ഗൂഢാലോചനകൾ, അട്ടിമറി ശ്രമങ്ങൾ, നുണപ്രചാരങ്ങൾ എന്നിവയെല്ലാക്കുറിച്ചും അവൾ വിശദീകരിച്ചു. ഏറ്റവും ഒടുവിൽ മിസ്സിസ് എലിസബത്തുമായിട്ടുണ്ടായിരുന്ന കൂടിക്കാഴ്ചയെക്കുറിച്ചും. മനസാക്ഷി വെച്ച് നോക്കിയാൽ നമുക്കറിയാം അവരുടെ ഭാഗത്താണ് ന്യായമെന്ന്. ന്യായമായും ആ സ്വത്തിൻ്റെ അർഹത അവർക്കാണെന്ന്. അല്ലേ? നിർമ്മല അച്ഛനോട് ചോദിച്ചു. നിനക്കോ അവകാശമുണ്ട്, അച്ഛൻ നെടുവീർപ്പോടെ പറഞ്ഞു. അദ്ദേഹം കസേരയിൽ നിന്ന് എഴുന്നേറ്റ് കൈകൾ പുറകിൽ കെട്ടി നടക്കാൻ തുടങ്ങി. തെളിവില്ലല്ലോ. ലോകം അംഗീകരിക്കുന്നത് അവരെയല്ലേ. പ്രത്യക്ഷമായ തെളിവുകൾ എല്ലായ്പ്പോഴും സത്യമായിക്കൊള്ളണമെന്നില്ല. സത്യം തെളിവായിക്കൊള്ളണമെന്നില്ലല്ലോ. അച്ഛൻ ചിന്താധീനായി നടപ്പ് തുറന്നു. എനിക്ക് എന്ത് ലാഭമുണ്ടായി? നിർമ്മല തേങ്ങി. ലോകം മുഴുവൻ എൻ്റെ ശത്രുക്കളെ കൊണ്ട് നിറഞ്ഞതുപോലെ എന്നോട് സ്നേഹമുണ്ടായിരുന്നവർ പോലും പിരിഞ്ഞു. അവസാനം ഞാൻ ഒറ്റയ്ക്കായി. വിധിയോടും മരണത്തിൻ്റെയും ഇടയ്ക്ക് കശാപ്പ് ശാലയിലെത്തിച്ച ഒരറവ് മൃഗത്തെ പോലെ. അവൾ കരയുകയാണെന്ന് കണ്ടിട്ടും അച്ഛൻ അടുത്ത് ചെല്ലുകയോ ആശ്വസിപ്പിക്കുകയോ ചെയ്തില്ല. ഗാഢമായ ചിന്തയിൽ മുഴുകിയുള്ള നടപ്പ് തുടർന്നു. എനിക്ക് സ്വത്ത് വേണ്ട ഫാദർ. എൻ്റെ അമ്മ ചെയ്തിരുന്ന തൂപ്പ് ജോലിയെങ്കിലും തന്നാൽ ഞാനിവിടെ സന്തോഷത്തോടെ ജീവിച്ചോളാം. ഇവിടെ നിന്ന് പോയത് പിന്നെ ഒരു രാത്രി പോലും സമാധാനത്തോടെ ഉറങ്ങിയിട്ടില്ല. എനിക്കെൻ്റെ പഴയ ചെറ്റക്കുടിൽ മതി. തൃപ്തിയോടെ കഴിഞ്ഞുകൊള്ളാം. നിർമ്മലയുടെ നനഞ്ഞ ശബ്ദം നിലച്ചു. അച്ഛൻ ഫോണിനടുത്തേക്ക് ചെന്നു. ഏതാനും നിമിഷം എന്തോ ആലോചിച്ചു. പിന്നെ കോൺവെൻറ്റിലേക്ക് വിളിച്ച് നിർമ്മലയെ അവിടെ താമസിപ്പിക്കാൻ ഏർപ്പാടാക്കി. നീ ഏതായാലും കുറച്ച് ദിവസം ഇവിടെ നിൽക്ക്. നമുക്ക് ആലോചിക്കാം. വേണ്ടത് ചെയ്യാം. ആലോചിക്കാനൊന്നുമില്ല. ഞാൻ തിരിച്ചു പോകുന്നില്ല. നീ കോൺവെൻറ്റിൽ ചെന്ന് വിശ്രമിക്ക്. നിനക്ക് നല്ല ക്ഷീണമുണ്ട്. ശരീരം ദുർബലമാകുമ്പോൾ മനസ്സും ദുർബലമാവും. നീ വന്ന വിവരം ഞാൻ മദറിനെ അറിയിച്ചിട്ടുണ്ട്. പോയിക്കോളൂ. നിർമ്മല പിന്നെ നിന്നില്ല. പെട്ടിയെടുത്ത് അവൾ ഇറങ്ങി നടന്നു. ആദ്യം താനും അമ്മയും കൂടി ഒരിക്കൽ താമസിച്ചിരുന്ന ആ കൊച്ചു കുടിലേക്ക് ചെന്നു. വാതിൽ തുറന്ന് അകത്ത് കടന്നു. മേൽക്കൂരയിൽ പോലും ചിതൽ മാളങ്ങൾ. എല്ലായിടത്തും ചിലന്തി വലകളും പൂപ്പലും പൊടിയും. എന്നാലും അതിനകത്ത് കടന്നപ്പോൾ അവാച്യമായ ഒരനുഭൂതി
ആത്മാവിനെ പൊതിഞ്ഞതുപോലെ, ശാന്തിയുടെ നനുത്ത ശീതളമായ തീരത്ത് എത്തിച്ചേർന്നതുപോലെ. അമ്മ കിടന്ന കയറ്റുകെട്ടിൽ ചിതലരിച്ച് കിടക്കുന്നു. അവിടെയാണ് അമ്മ തന്നെ കിടത്തി ഉറക്കിയിരുന്നത്. അമ്മയുടെ അരികിൽ തഴുകിയും താരാട്ടുപാടിയും. മോളെ, മോളെ! കാലത്തിൻ്റെ നദിക്കരയിൽ നിന്നും ഏതോ വിദൂരതയിൽ നിന്നും അമ്മയുടെ വാത്സല്യം കിനിയുന്ന നേർത്ത വിളിയച്ച. ആത്മാവിനുള്ളിൽ നിന്നും തന്നെയല്ലേ നിർമ്മല കോരിത്തെരിച്ചുപോയി. അമ്മയുടെ മനസാന്നിധ്യം അവൾക്ക് അനുഭവപ്പെട്ടു. ഇവിടെയാണ് ലോകം പാഴെന്ന് വിധിച്ച് തള്ളിക്കളഞ്ഞ ഒരമ്മയും മകളും ഏറെക്കാലം ജീവിച്ചത്. ഇവിടെയാണ് ഒരമ്മ തൻ്റെ കുഞ്ഞിനെ പോറ്റാൻ വേണ്ടി ക്ലേശങ്ങൾക്ക് നടുവിൽ സ്വന്തം ജീവിതം ബലിയിട്ടത്. ആ ദിവസങ്ങൾ, ഓർമ്മകൾ എല്ലാം പിന്നോട്ടേക്ക് കുതിറിയോടി, കാലത്തിൻ്റെ കോട്ടകൾ ഇടിച്ചു നിർത്തിക്കൊണ്ട്. അമ്മേ, അമ്മേ! നിർമ്മല അറിയാതെ തേങ്ങി വിളിച്ചു. കണ്ണുകൾ നിറഞ്ഞു. ഞാൻ തിരിച്ചു പോന്നു അമ്മേ. എനിക്കിവിടെ ജീവിച്ചാൽ മതി. ഞാൻ എന്തുമാത്രം ക്ലേശിച്ചെന്ന് വേദനിച്ചെന്നും അമ്മ അറിഞ്ഞില്ലല്ലോ. അമ്മയുടെ ഒപ്പം പട്ടിണിയുടെയും വറുതിയുടെയും നടുവിൽ ജീവിച്ചപ്പോൾ ഞാൻ കരുതി ജീവിതത്തിൽ ശപിക്കപ്പെട്ട ദിവസങ്ങളാണിതെന്ന്. എന്നാൽ ഇന്നെനിക്ക് മനസ്സിലാകുന്നുണ്ട്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലഘട്ടമായിരുന്നു അതെന്ന്. നിർമ്മല കണ്ണും മുഖവും കൈലേസ് കൊണ്ട് അമർത്തി തുടച്ചു. എന്നിട്ട് കുടിൽ നിന്നും ഇറങ്ങി. ഇനി കോൺവെൻറ്റിലേക്ക്. അവിടെ എത്തിയാൽ ചിലപ്പോൾ നഷ്ടപ്പെട്ട സമാധാനം തിരിച്ചു കിട്ടിയതായിട്ട് തോന്നും. യാതൊരു ആശങ്കയുമില്ലാത്ത രാത്രിയിൽ സുഖമായി ഉറങ്ങാനും കഴിഞ്ഞു. വെള്ളിയാഴ്ച അവൾ അച്ഛനെ കാണാൻ പള്ളിമേടയിലെത്തി. എന്നാൽ കുര്യാക്കോസ് അച്ഛൻ അവിടെ ഉണ്ടായിരുന്നില്ല. എവിടെയോ യാത്ര പോയിരിക്കുകയാണെന്നും ശനിയാഴ്ച വൈകുന്നേരം തിരിച്ചെത്തുമെന്നും പറഞ്ഞു. ഞായറാഴ്ച പള്ളിയിൽ ചെന്നപ്പോൾ തികച്ചും യാദൃശികമായി അലക്സിനെ കാണാനിടയായി. അവൾ പള്ളിമുറ്റത്തു നിന്നും താഴേക്കുള്ള പടികളുടെ ചൂട്ടിൽ സിസ്റ്റർ ജോസഫൻ വരുന്നതും കാത്തു നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് അലക്സി നവവധുവിനോടൊപ്പം പടി കയറി വരുന്നത് കണ്ടത്. തൊട്ടുമുമ്പിൽ അലക്സിനെ കണ്ടപ്പോൾ നിർമ്മല പരവശയായി. ഒരു ഉൾക്കടലം. പെട്ടെന്നവൾ മനസ്സ് വീണ്ടെടുത്തു. അലക്സും നിർമ്മലയെ കണ്ടിരുന്നു. അയാൾ പുച്ഛഭാവത്തിൽ ആകിയെന്ന് നോക്കിയ ശേഷം മുഖം വെട്ടിത്തിരിച്ചു. പിന്നെ ഭാര്യയോട് എന്തോ കമൻ്റ് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് തോളോട് തോളൊരുമി കടന്നുപോയി. എന്തിനെന്നറിയാതെ നിർമ്മല വിയർത്തുപോയി. പിന്നെ ഒരു നിർണായക നിമിഷത്തെ അതിജീവിച്ചതിൻ്റെ പാരവശ്യം അവർ കണ്ണിൽ നിന്നും മറയുന്നവരെ അവൾ നോക്കി നിന്നു. ഹൃദയത്തിൻ്റെ വിങ്ങലും പിടച്ചിലും ക്രമേണ നിലച്ചു. ആ മനുഷ്യന് വേണ്ടിയാണ് താൻ ഹൃദയം നിറയെ സ്വപ്നങ്ങൾ ഒരുക്കി വെച്ചതെന്ന് ആത്മനിന്ദയോടെ അവൾ ഓർത്തു. അയാൾക്ക് വേണ്ടിയാണ് മനസ്സിന് സ്നേഹത്തിൻ്റെ പീലിത്തൂവലുകൾ കൊണ്ട് അലങ്കരിച്ചത്. അയാൾക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടിയാണ് നെഞ്ചിലൊരു കുടിൽ കെട്ടി വിധാനിച്ചത്. എല്ലാം പാഴ്. ആരെ ഓർത്തും സ്നേഹിച്ചും സങ്കല്പിച്ചും പകൽക്കിനാവ് കണ്ടു താൻ നാളുകൾ ചെലവിട്ടുവോ അയാൾ തനിക്കിന്ന് അന്യനായിത്തീർന്നു. മുഖപരിചയം പോലുമില്ല. ആ ഒരു വഴിത്തിരിവിൽ കണ്ടുമുട്ടി സ്നേഹത്തിൻ്റെയും സ്വപ്നത്തിൻ്റെയും വഴികളിലൂടെ പ്രതീക്ഷയോടെ കുറേ ദൂരം കൈകോർത്തു നടന്നു. മറ്റൊരു വഴിത്തിരിവിൽ വെച്ച് യാത്ര പറഞ്ഞു പിരിഞ്ഞു. എല്ലാം മറക്കുക. അവൾ മനസ്സിനെ ആശ്വസിപ്പിച്ചു. ഇതാണ് ജീവിതം. എങ്കിലും കോൺവെൻറ്റിൽ തിരിച്ചെത്തിക്കഴിഞ്ഞ ആ രംഗം അവളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു. ഉച്ചകഴിഞ്ഞ് നിർമ്മല അച്ഛനെ കാണാൻ പോകാൻ ഒരുങ്ങുകയായിരുന്നു. അപ്പോഴാണ് സിസ്റ്റർ ജോസഫൈൻ വന്നറിയിച്ചത്, അച്ഛൻ കാണാൻ വന്നിരിക്കുന്നു. നിർമ്മല ഉടൻ സന്ദർശകർക്കുള്ള മുറിയിലേക്ക് പോയി. വാതിൽ കടന്നയുടൻ CM തരകൻ്റെ മുഖമാണ് കണ്ടത്. നിർമ്മല ഒരു നിമിഷം സ്തബ്ധയായി നിന്നു. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്.